അങ്ങനെ ഇനിയും നമ്മൾ പരിചയപ്പെടാത്ത iOS 16 ഏതാനും ചില ഹിഡൻ ട്രിക്കുകളാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഫേസ് ഐ ഡി എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ നമ്മൾ ഫേസ് ഐ ഡി ഫെയിലായിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. ആ സമയത്ത് നമുക്ക് iOS 16 നമുക്ക് ലഭിക്കുന്ന പുതിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് സ്വൈപ്പ് അപ്പ് ഫോർ ഫേസ് ഐ ഡി ഓർ എൻ്റർ പാസ്വേഡ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി നമുക്ക് iOS 15 വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു, ജസ്റ്റ് എൻ്റർ പാസ്വേഡ് എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇതിലെ രണ്ടാമത്തെ ഒരു മൈനർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ഐ ഡി ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേസ് അല്ലെങ്കിൽ നമ്മൾ ഫോൺ കറക്റ്റായിട്ടല്ല, ആ ഒരു കറക്റ്റ് ആംഗിളല്ല, നമ്മളെ ഫേസ് കാണാൻ പറ്റുന്ന രീതിയിലല്ല നമ്മൾ പിടിച്ചേക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഫേസ് ഈസ് ടു ഫാർ അവേ എന്ന് പറയുന്ന ഒരു പ്രോംപ്റ്റ് നമുക്ക് ഫേസ് ഐ ഡിയിൽ കാണിക്കുന്നതായിരിക്കും. ഇതിലെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതുപോലെ വാൾപേപ്പറൊക്കെ നമ്മുടെ ലോക്ക് സ്ക്രീനിലും ഹോം സ്ക്രീനിലും ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിറി ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിറി ഓട്ടോമേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ iOS 16 വന്നപ്പോൾ നമുക്ക് ആപ്പിൾ തന്നെ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ. നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ലോക്ക് സ്ക്രീൻ നമുക്ക് ഇവിടുന്ന് തന്നെ പല ലോക്ക് സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്ത് ഇവിടെ ഈ ഒരു ഫോട്ടോ ഷഫിൾ എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് ഇവിടുന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ഫോട്ടോഷഫിൾ വാൾപേപ്പറായിട്ട് അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനും ഹോം സ്ക്രീനുമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. iOS യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു നമുക്ക് മെസ്സേജസിനകത്ത് നമ്മൾ അറിയാതെ വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകളൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ കളയുന്ന മെസ്സേജുകൾ നമുക്ക് ഒരിക്കലും തന്നെ റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇനി മുതൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മെസ്സേജസിനകത്ത് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് സെറ്റിംഗ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും താഴെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. അതിന് നമ്മൾ അറിയാതെ ഡിലീറ്റ് ആക്കി കളയുന്ന മെസ്സേജസ് പോലും ഇനി നമുക്ക് ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, റിക്കവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് റിക്കവർ ആയി എടുക്കുന്നതായിരിക്കും. ഇനി മുതൽ നമ്മൾ ക്ലോക്ക് ആപ്പ് ചെയ്യുന്ന ഒരു ടൈമർ സ്റ്റാർട്ട് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ക്ലോക്ക് ആപ്പിലേക്ക് പോകാതെ തന്നെ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് ആ ടൈമർ ആക്സസ് ചെയ്യാൻ സാധിക്കും. iOS 16 പുതുതായിട്ട് വന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ലൈവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈവ് ആക്ടിവിറ്റിയുടെ സഹായത്തോടെ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ ഒരു ടൈമർ ഇൻട്രാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇനി മുതൽ നമ്മളുടെ iOSനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് പിന്നിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസിനെ ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻസും ലൈവ് ആക്ടിവിറ്റിയും പോലെ തന്നെ നമുക്ക് ഇനി മുതൽ iOS 16 നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ഈ ബോട്ടം ഏരിയയിലായിരിക്കും നമ്മളുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ ടോപ്പിലെ ആ ഒരു അത്ര ഏരിയ നമുക്ക് കവർ ആയിരിക്കും. പക്ഷേ ഇപ്പം ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഫംഗ്ഷനാലിറ്റി വരുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ പുതിയ ഈ ലോക്ക് സ്ക്രീനിൻ്റെ സെറ്റപ്പും കൊണ്ടും നമുക്ക് താഴെ ഈ ഒരു ബോട്ടം ഏരിയയിലായിരിക്കും ഇനി മുതൽ ലൈവ് ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ ഈ ഒരു പറയുന്ന മ്യൂസിക് ആപ്പും പ്ലേ ചെയ്യുന്നത്. ഇവിടുന്ന് തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം മ്യൂസിക് മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ ഹോം ബോർഡ് മിനിയിലേക്കാണ്. എൻ്റെ ഹോം ബോർഡ് മിനിയിലേക്ക് ഞാൻ മ്യൂസിക് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഇവിടെ എയർപ്ലേയുടെ ഗിഫ് ആയിരുന്നു അല്ലെങ്കിൽ ഐക്കൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറി iOS 16 വന്നപ്പം ഏത് ഡിവൈസിലേക്കാണോ നമ്മളത് സ്ട്രീം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗിഫ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾ എയർപോർട്സിലേക്കാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം എയർപോർട്സ് 3rd ജനറേഷൻ ആണ്, അതിൻ്റെ ആക്ച്വൽ ഗിഫാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതേ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിലും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏത് ഡിവൈസ് ആയിട്ടാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ഒരു ഐക്കൺ തന്നെ നമുക്കത് നമ്മുടെ മ്യൂസിക്കിൻ്റെ ടാബിലും കാണാൻ സാധിക്കും. ഇനി മുതൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇനി മുതൽ കൺട്രോൾ സെൻറ്ററിൽ നമുക്കൊരു ക്വിക്ക് നോട്ട് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നേരത്തെ മാക്കിനും അതോടൊപ്പം തന്നെ iOS 15 ഐപാഡിനും കൊണ്ടുവന്നൊരു ഫംഗ്ഷനാലിറ്റി ആയിരുന്നു ക്വിക്ക് നോട്ട്. അത് ഹോട്ട് കോർണേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ ഐഫോണിൽ നമുക്ക് അല്ലെങ്കിൽ iOSൽ നമുക്ക് ഈ ഒരു ക്വിക്ക് നോട്ട് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇനി നമ്മൾ നോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ പോയി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വീഡിയോയുടെ ഈ ഒരു പോർഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ട്യൂൺസ് കിറ്റാണ്. അപ്പോൾ ട്യൂൺസ് കിറ്റിൻ്റെ സിസ്റ്റം റിക്കവറി സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആപ്പിൾ ഡിവൈസുകളിൽ അതിപ്പം ഐഫോൺ ആയിക്കോട്ടെ ഐപാഡ് ആയിക്കോട്ടെ അതിൽ വരുന്ന ഒരു 10-20ഓളം ഇഷ്യൂസിന് നമുക്കൊരു സൊല്യൂഷനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതാണ് സിസ്റ്റം റിക്കവറി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് സിസ്റ്റം റിപ്പയറിൻ്റെ ഇഷ്യൂസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വൺസ് നമ്മൾ റിക്കവറി മോഡിലായി കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ എന്ത് ഇഷ്യൂ ആണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഇഷ്യൂ ആണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അഡ്വാൻസ് മോഡ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് മോഡുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡിൽ നമുക്ക് നമ്മളുടെ ഡിവൈസിലെ ഒരു ഡേറ്റയും നമുക്ക് ഇവിടെ നഷ്ടപ്പെടത്തില്ല. പക്ഷേ അഡ്വാൻസ് മോഡിൽ നിങ്ങൾക്ക് കാണാം സകല ഡേറ്റയും നമ്മളുടെ നഷ്ടപ്പെടും. ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡ് മോഡ് സെലക്ട് ചെയ്തു. സ്റ്റാൻഡേർഡ് മോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മളുടെ ഫേംവെയർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻസിൽ പോയിട്ട് ഇവിടെ ഇതാണ് ആ ഒരു രജിസ്ട്രേഷൻ IPSW ഫയൽ ഓപ്പൺ ചെയ്തു, അത് വെരിഫൈ ചെയ്തു. അങ്ങനെ ബാക്കി പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.
സോ വൺസ് റിപ്പയറേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളുടെ ആ ഇഷ്യൂ മാറി നമ്മളുടെ ഡിവൈസ് വീണ്ടും റീസ്റ്റാർട്ടായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള കുറേ സിസ്റ്റം പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നീട് iOS യൂസേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ നേറ്റീവ് ആയിട്ടുള്ള iOSൻ്റെ പ്ലെയർ. വീഡിയോ പ്ലെയർ വളരെ ശോകം എന്ന് വെച്ചാൽ ഇത്രയും ബോറായിട്ടുള്ള ഒരു വീഡിയോ പ്ലെയർ നമ്മൾ ജന്മത്തിൽ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്കും ശോകമായിട്ടുള്ള ഒരു വീഡിയോ പ്ലെയർ ആയിരുന്നു iOS ഉണ്ടായിരുന്നത്. എന്തായാലും iOS 16 വന്നപ്പം 3 പുതിയ ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്. ഒന്ന്, നമുക്ക് ഈ ഒരു എഡ്ജ് അല്ലെങ്കിൽ കോർണറിലായിരുന്നു നമുക്ക് നേരത്തെ പോസ് ആൻഡ് പ്ലേ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അത് മിഡിലേക്ക് കൊണ്ടുവന്നുണ്ട്. നമുക്ക് മിഡിലിൽ നിന്ന് തന്നെ ഇത് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. നമുക്ക് 10 സെക്കൻഡ് ഫോർവേഡ് ചെയ്യാനും 10 സെക്കൻഡ് ബാക്ക്വേർഡ് പോകാനും നമുക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ലുക്കേ മാറി. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ക്രബിംഗ് ആണ്. നമുക്കറിയാം നേരത്തെ വീഡിയോ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോർഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിക്ക സമയങ്ങളിലും നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു ഹോം ബട്ടണിൽ തട്ടിയിട്ട് നമുക്ക് അതുവഴി സ്ക്രബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. സ്ക്രബിങ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്, ഈസി ആയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ആ ഒരു സ്ക്രബ്ബറിലേക്ക് അല്ലെങ്കിൽ ടൈം ലൈനിലേക്ക് ഫിംഗർ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു സ്ക്രബ്ബർ വലുതാകുന്ന കാണാം, അല്ലെങ്കിൽ ആ ടൈം ലൈൻ വലുതാകുന്ന കാണാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കൃത്യമായിട്ട് സ്ക്രബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ വന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് iOS 15 റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടാണ്, നമ്മൾ ക്യാമറയോ മൈക്രോഫോണോ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പോ അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് ആപ്പോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവസി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ കാണാൻ സാധിക്കും. ഒരു ഗ്രീൻ ഡോട്ടായിട്ടും ഓറഞ്ച് ഡോട്ടായിട്ടും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി മുതൽ iOS 16 വന്നപ്പം അതിന് വളരെ വലിയ ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ആപ്പാണോ നമ്മുടെ മൈക്രോഫോണും ക്യാമറയും ആ ഒരു കറണ്ട് ടൈമിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പോപ്പപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ക്യാമറ ആയിരുന്നു യൂസ് ചെയ്ത് അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആക്സസ് ചെയ്ത് മൈക്രോഫോൺ ക്യാമറ എല്ലാം ആക്സസ് ചെയ്ത് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പം പ്രൈവസി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. iOS 15 നിന്ന് iOS 16 വരുമ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് iOS 15 ഡോട്ടായിരുന്നു. ആ ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഹോം സ്ക്രീനിലേക്കും പോകാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണാം അവിടെ ഒരു സ്പോട്ട്ലൈറ്റ് സെർച്ചിൻ്റെ ഓപ്ഷനാണ്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ സ്പോട്ട്ലൈറ്റ് സെർച്ചിലേക്കാണ് പോകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട്ലൈറ്റ് സെർച്ച് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക, അതിൽ നമ്മൾ ഈ കാണുന്ന ഹോം സ്ക്രീനിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക, ഷോ സ്പോട്ട്ലൈറ്റ് എന്നുള്ളത് ഡിസേബിൾ ചെയ്താൽ മാത്രം മതി. വീണ്ടും തിരികെ നമുക്ക് ആ ഒരു ഡോട്ട് തന്നെ തിരികെ വരുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോം സ്ക്രീൻ സ്വിച്ച് ചെയ്യാനൊക്കെ സാധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു iOS 16 വൈഫൈയുടെ ഓപ്ഷനിൽ വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് വന്നിരിക്കുന്നത്. കാരണം വൈഫൈയിൽ നമ്മൾ പോയിട്ട് ആ ഒരു കണക്ട് ചെയ്തേക്കുന്ന വൈഫൈയുടെ കൃത്യമായിട്ടുള്ള പാസ്വേഡ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാസ്വേഡ് കാണാൻ സാധിക്കും. അങ്ങനെ പാസ്വേഡ് നമുക്ക് സേവ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനി പ്രീവിയസ്ലി നമ്മൾ ഏതെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡുകളുടെയോ അല്ലെങ്കിൽ വൈഫൈകളുടെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ടോപ്പിലുള്ള എഡിറ്റയിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കാണാം ഫേസ് ID അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ചുമ്മാ കയറി നമ്മളുടെ പാസ്വേഡ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയും നമുക്ക് പ്രൈവസിയുടെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫേസ് ID ചോദിക്കുന്നത്. അപ്പോൾ ഫേസ് ID കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ്ലി നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വൈഫൈകളുടെ എല്ലാം പാസ്വേഡ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പോയി നമുക്ക് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് പുതുതായിട്ട് വന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് ഇപ്പം iMessagesനകത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക വാല്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ 632 കിലോമീറ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പം നമുക്കത് കിലോമീറ്റർ കണക്കിനും അതോടൊപ്പം തന്നെ മീറ്റർ കണക്കിനും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ 35 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് മറ്റ് വാല്യൂസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൺവേർട്ട് ടു സെൽഷ്യസ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, കെൽവിൻ എത്രയാണ്, അതേപോലെ തന്നെ ഫാരൻഹൈറ്റ് എത്രയാണ്, അതിൻ്റെ കാര്യങ്ങൾ വാല്യൂസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ തന്നെ വീണ്ടും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 35 ഡിഗ്രി ആംഗിൾ അതെത്രയാണ് അതിൻ്റെ വാല്യൂസും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഫോട്ടോസ് ആപ്പിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തു, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക, ഹൈലൈറ്റ് അല്ലെങ്കിൽ ഷാഡോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി നമ്മൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തു. നമുക്ക് ഈ ഒരു എഡിറ്റ് ചെയ്ത സംഭവം അല്ലെങ്കിൽ ഈ സെയിം എഡിറ്റ് ചെയ്ത സെറ്റിങ്സ് തന്നെ നമുക്ക് മറ്റൊരു ഫോട്ടോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം iOS 16 സാധിക്കുന്നതാണ്. ആൻഡ് ഏറ്റവും അവസാനം നമുക്ക് ഫോട്ടോസിനകത്ത് വന്ന പുതിയൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ക്രോപ്പിങ്ങിന് പല ഓപ്ഷൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പുതുതായിട്ട് നമുക്ക് ആഡ് ചെയ്തേക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് നേരത്തെ ഒറിജിനൽ ഫ്രീ ഫോം സ്ക്വയർ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് വാൾപേപ്പർ. അതായത് നമ്മുടെ ഐഫോണിൻ്റെ വാൾപേപ്പറിൻ്റെ ആ ഒരു ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് നമ്മുടെ ആ ഒരു ഫോട്ടോനെ ക്രോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.